ദളപതി പടം കാണാനായിട്ട് പുലർച്ചെ 4 മണിക്ക് തന്നെ തൃശ്ശൂർ ആകത്തിലെത്തി. ഇടിയും ചവിട്ടും കൊണ്ട് അങ്ങനെ തിയേറ്ററിൽ കയറി അങ്ങനെ ഗോട്ട് കണ്ടു കഴിഞ്ഞു. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പടം? വാരിസ് എന്ന് പറഞ്ഞ സിനിമയിൽ 1-2 പാട്ടുകളും കണ്ടിരിക്കുക. ഇതിൽ പാട്ടില്ല, ഫൈറ്റ് ഇല്ല, സ്റ്റോറി പിന്നെ ഇല്ലേ ഇല്ല. 10 വർഷം മുമ്പ് ഈ സ്റ്റോറി കൊണ്ടുവന്നാൽ പോലും ആൾക്കാർ ഇറങ്ങിപ്പോ. അമ്മ അതൊരു പള്ളിൽ പണി വെച്ചു. ഫസ്റ്റ് ഹാഫ് മോശമാണെങ്കിൽ സെക്കൻഡ് ഹാഫ് അതിലും മോശം. ഫസ്റ്റ് ഇൻട്രോ സീനിൽ വിജയനെ കാണിക്കുമ്പോൾ തന്നെ പണി പാളിന്ന് തോന്നി തുടങ്ങിയത്. അതുപോലെ തന്നെയായിരുന്നു പടം മൊത്തം. ഈ ടൈറ്റിൽ കടലാണ്ട് ഒറ്റ സീൻ പോയി നമുക്ക് കൈയടിക്കാനും സാറ്റിസ്ഫാക്ഷൻ ആകുന്ന സീൻ ഉണ്ടായിരുന്നു പടത്തിൽ. ട്രെയിലർ ഇങ്ങനെ അവർ കുറ്റം കൊണ്ട് കാര്യമില്ലേ, എടുത്തതല്ലേ അവർ കാണിക്കാൻ പറ്റൂ. ലോജിക് എന്ന് പറഞ്ഞ സാധനം പെടുത്തില്ല. അത് വേണ്ട, പോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വലിയ ബിൽഡപ്പുകളൊക്കെ ആദ്യം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിൽ ഞാൻ പടത്ത് വയ്ക്കാറുന്നില്ല. കുറെ പാവങ്ങൾ ഈ ട്രെയിലറൊക്കെ ഡീകോഡ് ചെയ്തിട്ട് കുറെ കഥകളൊക്കെ പറയണ്ടായിരുന്നു. ആ ഡീകോഡ് ചെയ്തൊക്കെ ഈ പടം കാണുമ്പോൾ എങ്ങനെ സഹിക്കാവും? വെങ്കട് പ്രഭു സൂര്യക്ക് ഒരു മാസം കൊടുത്ത പോലെ വിജയന് ഒരു ഗോട്ടും കൊടുത്തു. ബിജിഎമ്മിന്റെ നല്ലൊരു കുറവുണ്ടായിരുന്നു. മിക്കവാറും അനിരുദ്ധിന്റെ അടുത്ത് പോയിട്ട് ആള് റിജക്ട് ചെയ്ത് സിനിമയിരിക്കുന്നു. ഈ DAGing വിജയ് മുമ്പ് വന്ന ടീസറിനെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് സ്ക്രീനിൽ കാണാം. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? അനാവശ്യമായിട്ടുള്ള 1-2 ക്യാമിയോസ്, ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എന്നടാ പണി വെച്ചിരിക്കണം. കമന്ററി ഫൈറ്റാ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഫീലിംഗ് വേണ്ട. പിന്നെ ആരും ഇന്റഗ്രിറ്റി മിസ്സാക്കണ്ട. ഒരു കിഡിലെ സർപ്രൈസ് ഉണ്ട്. എന്തായാലും അവസാനത്തെ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് വരുന്നുണ്ട്. ഒട്ടും എക്സ്പെക്ടേഷൻ ഉള്ള സിനിമ തന്നെയായിരുന്നു. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രതീക്ഷിച്ചത്. എന്റെ വിജയ് ഫാൻ എന്ന രീതിയിൽ തീരെ വർക്കാവാത്ത ക്ഷമയെ പരീക്ഷിച്ചൊരു സിനിമയായിരുന്നു ഇത്.